Goda, co-presented by Berger Paints, 100 Years of Trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partner, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ. നമസ്കാരം. ഗോധ ഇന്നുള്ളത് ആലത്തൂർ മണ്ഡലത്തിലാണ്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലങ്ങളിലൊന്ന്. ഈ മണ്ഡലത്തിന്റെ ഒരറ്റത്തുനിന്ന് മറ്റൊരറ്റത്താൻ ഏതാണ്ട് 150 കിലോമീറ്ററോളം യാത്ര ചെയ്യണം. ഞങ്ങൾ ഇന്ന് മുഴുവൻ ഈ മണ്ഡലത്തിൽ യാത്രയിലായിരുന്നു. കൃഷി വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലം. സ്വാഭാവികമായും സമീപകാലത്തായി തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉയരുന്ന പ്രധാനപ്പെട്ട വിവാദങ്ങൾക്കൊപ്പം കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളും ജലക്ഷാമവും ഒക്കെ അടിസ്ഥാന വിഷയമായ ഒരു മണ്ഡലം കൂടിയാണ് ആലത്തൂർ. നമുക്കറിയാം, ആലത്തൂരിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം. വളരെ പ്രധാനപ്പെട്ട പോരാട്ടങ്ങൾ നടന്ന മണ്ഡലമാണ്. ഇടതുപക്ഷത്തിന്റെ കോട്ടയായിരുന്നു. കഴിഞ്ഞ തവണ രമ്യ ഹരിദാസ് പാട്ടുംപാടി ജയിച്ച മണ്ഡലം കൂടിയാണ് ആലത്തൂർ. ആലത്തൂരിന്റെ മറ്റു പ്രത്യേകതകൾ, സവിശേഷതകൾ കിരൺ. ഒരു തരത്തിൽ പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും സ്റ്റാർ മണ്ഡലം ആലത്തൂരാണ് എന്ന് പറയേണ്ടി വരും. മറ്റെല്ലാ മണ്ഡലങ്ങളെക്കാളും വലിയൊരു പ്രത്യേകത ആലത്തൂരിനുണ്ട്. ഇന്ത്യൻ ഭരണ സംവിധാനത്തിലെ ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ, ഇന്ത്യൻ പ്രസിഡന്റിനെ പ്രതിനിധീകരിച്ച മണ്ഡലമാണ് ആലത്തൂരിന്റെ പഴയ രൂപമായ ഒറ്റപ്പാലം. മറ്റൊരു മണ്ഡലത്തിലും, കേരളത്തിലെ 20 മണ്ഡലത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത തരത്തിലുള്ള അത്തരമൊരു പദവിയുള്ള മണ്ഡലം കൂടിയാണ് ആലത്തൂര്. ഒരുപാട് കാലം ചുവന്നു നിന്ന മണ്ഡലം. തുടർച്ചയായി 3 തവണ KR നാരായണൻ നേരത്തെ ഒറ്റപ്പാലമായപ്പോൾ ജയിച്ചു. അതിനുശേഷം ആലത്തൂരേക്ക് വന്ന ശേഷമുള്ള ആദ്യ 2 തവണയും ജയിച്ചത് LDF ആണ്, PK ബിജുവാണ്. കഴിഞ്ഞ തവണ ഇവിടെ കേരളത്തിൽ തന്നെ കോട്ട തന്നെ വലിയ ഒരു അട്ടിമറി നടത്തിക്കൊണ്ട് രമ്യ ഹരിദാസ് ജയിച്ചിരിക്കുന്നു. ഇക്കുറി രമ്യ ഹരിദാസിനെ നേരിടാൻ വേണ്ടി CPM കേരളത്തിലെ ഒരു മന്ത്രിയെ തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഇക്കുറി തിരിച്ചു പിടിക്കുമെന്ന വാശിയിൽ CPM നിൽക്കുന്നു. മണ്ഡലം കഴിഞ്ഞ വർഷത്തെ ഭൂരിപക്ഷത്തിൽ നിലനിർത്തുമെന്ന വാശിയിൽ UDF നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു മികച്ച സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചുകൊണ്ട് NDAയും അതിശക്തമായി തന്നെ മത്സര രംഗത്തുണ്ട്. എന്തായാലും ഈ ന്യൂസ് 18 ഗോദയിലേക്ക് ഈ 3 രാഷ്ട്രീയ മുന്നണികളെയും പ്രതിനിധീകരിക്കുന്ന 3 പേർക്കും സ്വാഗതം. ഒപ്പം ഇതിൽ പങ്കെടുത്തുന്ന മുഴുവൻ പേർക്കും സ്വാഗതം. പ്രധാനപ്പെട്ട പാർട്ടികളുടെ പ്രതിനിധികൾക്ക് സ്വാഗതം. ആദ്യം LDFന്റെ പ്രതിനിധിയായി ഈ ചർച്ചയുടെ ഭാഗമാകുന്നത് MLA കൂടിയായ ശ്രീ K ബാബുവാണ്. അദ്ദേഹത്തെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ രതീഷ് പുതുശ്ശേരി, അദ്ദേഹം കോൺഗ്രസിന്റെ പ്രതിനിധി UDFന്റെ ഭാഗമായി ഈ ചർച്ചയുടെ ഭാഗമാകുന്നു. BJP സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ ഉല്ലാസ് ബാബുവാണ് NDAയുടെ പ്രതിനിധിയായി പങ്കെടുക്കുന്നത്. ആദ്യം 3 പേർക്കും 3 മിനിറ്റ് നേരം സംസാരിക്കുക. 3 മിനിറ്റ് നേരം സംസാരിച്ച ശേഷം പരസ്പരം ചോദ്യങ്ങളുണ്ടെങ്കിൽ ലഘുവായ 1-2 ചോദ്യങ്ങൾ. അതിനുശേഷം യഥാർത്ഥത്തിൽ വോട്ട് ചെയ്യേണ്ടത്, വിജയിപ്പിക്കേണ്ട, തീരുമാനമെടുക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങളുടെ ചോദ്യങ്ങളാണ്. ഗോദ എന്നാണ് പേരെങ്കിലും ആശയപരമായ എത്ര മൂർച്ചയുള്ള ചോദ്യങ്ങളും ചോദിക്കാം, എത്ര ഷാർപ്പായ ചോദ്യങ്ങളും ചോദിക്കാം. അതായത് ഈ വാക്കുകൾ കൊണ്ടായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അവതാരകർക്കപ്പുറം നിങ്ങളുടെ ചോദ്യങ്ങൾക്കാണ് പ്രസക്തി, പ്രാധാന്യം കൂടുതൽ. ഞങ്ങളല്ല ചോദ്യം ചോദിക്കുന്നത്, നിങ്ങൾ ഓരോരുത്തരുമാണ്. അതിന്റെ ഉത്തരവാണ് ഇവിടെ നിൽക്കുന്നവർ പറയേണ്ടത്. നിങ്ങൾക്കാണ് ചോദ്യം ചോദിക്കാനുള്ള അവസരം. ആദ്യം UDFന്റെ പ്രതിനിധിയിലേക്ക് ഒരു 3 മിനിറ്റ് നമുക്ക് എന്താണ് ഈ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയുടെ പ്രസക്തി, UDF സ്ഥാനാർത്ഥിക്ക് എന്തിന് ആലത്തൂർകാർ വോട്ട് ചെയ്യണം? ഇന്ത്യ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി മതേതരത്വം സംരക്ഷിക്കുക, ജനാധിപത്യം സംരക്ഷിക്കുക എന്നുള്ളതാണ്. നരേന്ദ്രമോദിയുടെ 10 വർഷത്തെ ഭരണം കൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യം തകർന്നിരിക്കുന്നു, മതേതരത്വം തകർന്നിരിക്കുന്നു. രാജ്യത്ത് വിദ്വേഷത്തിന്റെ ചന്തകൾ കൂടുതൽ തുറന്നിരിക്കുന്നു. അവിടെ സ്നേഹത്തിന്റെ കട തുറക്കാൻ വേണ്ടി, രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരുവാൻ വേണ്ടി ഇന്ത്യ രാജ്യത്തെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും രാഹുൽ ഗാന്ധിയോടൊപ്പം ഭാരതത്തെ കെട്ടിപ്പടുക്കുവാൻ, ഭാരതത്തിന്റെ മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കുവാൻ വേണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്, ഐക്യ ജനാധിപത്യ മുന്നണിക്ക്, രമ്യ ഹരിദാസിന് ആലത്തൂരിൽ വൻപിച്ച ഭൂരിപക്ഷത്തോട് കൂടിയിട്ടുള്ള ജയം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോവുകയാണ്. ആലത്തൂരിന്റെ കർഷക മണ്ണ് അത് രമ്യ ഹരിദാസിനെ ഏറ്റെടുത്തിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 5 വർഷം മുമ്പ് രമ്യ വന്നപ്പോൾ ഉണ്ടായിരുന്ന തിളക്കം, ആ തിളക്കത്തിന്റെ മാറ്റ് വീണ്ടും ഉയർന്നിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഈ BJPയുടെ വർഗീയ അജണ്ടകളെ ചേർത്ത് തോൽപ്പിക്കാൻ, CPMന്റെ അഴിമതി രാഷ്ട്രീയവും സ്വജനപക്ഷപാത രാഷ്ട്രീയവും ഇല്ലാതാക്കാൻ, അഹങ്കാരത്തിന് അടികൊടുക്കാൻ കേരളത്തിലെ ആലത്തൂരിലെ വോട്ടർമാർ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് ആലത്തൂർ, പാലക്കാട്, ഈ കേരളം, ഈ ഇന്ത്യ രാജ്യം മുഴുവൻ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എന്തായാലും ഇടതുമുന്നണിക്ക് അങ്ങനെ വിട്ടുകൊടുക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമല്ല ആലത്തൂർ. അത്രത്തോളം ഇടത് പാരമ്പര്യമുള്ള മണ്ഡലമാണ്. എന്തുകൊണ്ട് ഇക്കുറി മന്ത്രിസഭയിൽ നിന്ന് തന്നെ K രാധാകൃഷ്ണൻ എത്തുന്നു? K രാധാകൃഷ്ണൻ വോട്ട് ചെയ്ത് ജയിപ്പിക്കുക. ആലത്തൂർ നിയമസഭ പാർലമെന്റ് മണ്ഡലം 100% ഈ വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി K രാധാകൃഷ്ണൻ ലക്ഷക്കണക്കിന് വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കും. ആ സ്വപ്നം
ഇനി കാണേണ്ടതില്ല UDF എന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. മറ്റൊന്ന് പറയാനുള്ളത്, ഈ ഇന്ത്യയിലെ മതനിരപേക്ഷത സംരക്ഷിക്കാൻ UDFന് കഴിയൂ എന്നാണ്. എവിടെയാണ് കഴിയുക? ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് കഴിയുക? ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സ്വന്തം പതാകയെ പോലും അടിവസ്ത്രത്തിനടിയിൽ ഒളിപ്പിച്ചു വെച്ച് ഇത്രയും നാണം കെട്ട അവസ്ഥയിൽ BJP എതിർക്കേണ്ടതിന് പകരം ഇടതുപക്ഷത്തിന് എതിർക്കുന്നതിന് വേണ്ടി മാത്രം ഈ വയനാട്ടിലേക്ക് വന്ന അവസ്ഥ ഗതികേട് കോൺഗ്രസിന് ഈ രാജ്യത്ത് ഇതുപോലെ ഉണ്ടായിട്ടുണ്ടോ? പിന്നെ അഴിമതിയെ ചെറുക്കാൻ ആര്? ബോഫേഴ്സ് അഴിമതി പറയണോ? കൽക്കരി കുംഭകോണം, 2G സ്പെക്ട്രം എണ്ണി ഞാൻ പറയണോ? ഇന്ത്യ രാജ്യത്തിന്റെ ഈ കോർപ്പറേറ്റുകൾക്ക് വിടുപണി ചെയ്ത് അഴിമതിയുടെ കഥ ഇന്ത്യ രാജ്യത്ത് ആദ്യമായി ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരായി വന്നിട്ടുണ്ടെങ്കിൽ അത് ബോഫേഴ്സ് അഴിമതിയിലൂടെ ഈ കോൺഗ്രസ് പാർട്ടിക്കാണ്. അവരാണ് അതിന് തുടക്കം കുറിച്ച്. ഞങ്ങളെ ആശങ്കപ്പെടുത്തുന്ന ഈ നാട്ടിലെ ജനങ്ങളെ. അതുപോലെ തന്നെയാണ് ആ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ പ്രകടന പത്രിക ഇറക്കിയല്ലോ ഇല്ലേ? CAA കുറിച്ച് ഒരു അക്ഷരം. ഏത് മതനിരപേക്ഷ 8ാം പേജ് പൊട്ടാം പേജ് ചുമ്മാ ഇരിക്കും. 8ാം പേജിൽ എന്താ പ്രതിപാദിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. പറയുമ്പോ 8ാം പേജിലെ അവസ്ഥ എന്താണെന്ന് കൃത്യമായി മലയാള മനോരമയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ അക്കിടി 8ാം പേജിലെ അവരെ 8ാം പേജില് പറഞ്ഞതെന്താ? കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നടപ്പിലാക്കിയ എല്ലാ നടപടിക്രമങ്ങളും അവസാനിപ്പിക്കും എന്നാണ് 8ാം പേജിനകത്ത് പറയുന്നത്. 8ാം പേജിനകത്ത് പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ BJP ഗവൺമെന്റ് ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള എല്ലാ ഭേദഗതികളും അവസാനിക്കും. പക്ഷേ ആ ഭേദഗതികൾ അവസാനിക്കും എന്ന് പറയുന്നതിൽ അനുച്ഛേദം 14 പ്രകാരം ഭരണഘടനയിലെ CAA എന്നൊരു വാക്ക് നിങ്ങളുടെ ഈ പ്രകടന പത്രികയിലുണ്ടോ എന്ന് സ്വയം മലർന്നു കിടന്നാൽ ആലോചിക്കുന്നത് നമ്മൾ. മറ്റൊന്ന് BJP ആണ്. ഈ രാജ്യത്തെ BJP ആണ്. BJPയെ സംബന്ധിച്ച് പറയാനുള്ളത് മോദിയുടെ കാരണ്ടി മാത്രമാണ്. ഏത് കള്ളപ്പണം വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന ഓരോ അക്കൗണ്ടിലേക്കും 15 ലക്ഷം രൂപ വീതം കൊടുക്കും. 10 വർഷമായി 15 പൈസ കൊടുത്തോ? 2014 പെട്രോളിന് വില 1 ലിറ്ററിന് 71 പൈസ, $111 ക്രൂഡ് ഓയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് 71 രൂപ. ഇപ്പോൾ അത് 105 ഇതാണ് മോദിയുടെ ഗ്യാരണ്ടി. ഒരു ഗ്യാസ് സിലിണ്ടറിന്റെ വില അന്ന് 411 രൂപ, ഇന്ന് 870 രൂപ. ഇതാണ് മോദിയുടെ ഗ്യാരണ്ടി. ഒന്നുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. മോദി നാരീ ശക്തിമാനാണ് അല്ലേ? ബിൽക്കീസ് ബാനു വധക്കേസിൽ 11 പേരെ ശിക്ഷിക്കപ്പെട്ടവരെ ഗുജറാത്തിലെ ഗവൺമെന്റിനെ കൊണ്ട് ജയിലിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു. അവർ നടത്തിയ യുദ്ധം ആർക്കൊപ്പമാണ് ഇവർ? കത്തുവായിലെ 8 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയെ പീഡിപ്പിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ടപ്പോ ആ BJP നേതാക്കന്മാർക്കൊപ്പം നിന്നതാണോ ഇവരുടെ നാരീശക്തി? ശരി, ഒറ്റ കാര്യം, ഒരു കാര്യം കൂടി ഉണ്ട് അല്ലേ? നമ്മുടെ സാക്ഷി മാലിക് ഉൾപ്പെടെ ഗുസ്തി ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിക്കൊടുത്തിട്ടുള്ള ആ ഗുസ്തി താരങ്ങളെ പീഡിപ്പിക്കുന്ന ബ്രിജുഭൂഷണൊപ്പം നിന്നതാണോ നാരീശക്തി? അതാണോ നാരീശക്തി? ഉല്ലാസ് ബാബു 2 മിനിറ്റ്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ബഹുമാനായിട്ടുള്ള ശ്രീ MLAയും കോൺഗ്രസിന്റെ ശ്രീ രതീഷും അവർ തമ്മിലെ അങ്ങോട്ടും ഇങ്ങോട്ടും, രതീഷ് പുതുശ്ശേരി, അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. തർക്കം മുഴുവൻ BJP കേന്ദ്രീകൃതമാണ്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ BJP കേന്ദ്രീകൃതമാണ് എന്ന് EP ജയരാജന്റെ വാദങ്ങൾ കറക്റ്റാണെന്ന് അങ്ങ് സമ്മതിക്കുന്നതിന് തുല്യമാണ്. BJPയും CPM ആണ് എന്നാണ് ഇവരുടെ നേതാവ് പറഞ്ഞത്, ഞങ്ങൾ പറഞ്ഞതല്ല. 2, ഇവർ വയനാട്ടിൽ ഒരുമിച്ച് മത്സരിക്കുന്നു. എന്താണ് കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധി പറയുന്നത്? അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കാൻ ജനങ്ങൾ വോട്ട് ചെയ്യണം. ആനി രാജ എന്താണ് പറയുന്നത്? രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ എന്നെ ജയിപ്പിക്കണം. ഈ രാഷ്ട്രീയത്തെയാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത്. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ ഡോക്ടർ TN സരസുവിനെയാണ് NDA മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിരിക്കുന്നത്. ഈ പാലക്കാടിന്റെ മണ്ണിൽ 26 വർഷക്കാലം വിദ്യാഭ്യാസ മേഖലയിൽ അല്ലെങ്കിൽ ഒരു അധ്യാപികയായിട്ട് പ്രിൻസിപ്പളായിട്ട് റിട്ടയർ ചെയ്തിട്ടുള്ള ഒരു അധ്യാപികയാണ്. ബഹുമാനപ്പെട്ട MLAയുടെ വിദ്യാർത്ഥി സംഘടന
ആ അധ്യാപിക റിട്ടയർ ചെയ്യുന്ന നിമിഷം കൊടുത്തത് ഒരു റീത്തും 5 റീത്തും ഒരു ശവക്കല്ലറയുമാണ്. ആ പ്രവൃത്തിയെ അങ്ങ് ഇപ്പോഴും അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അങ്ങ് പറയണം. 2, ആലത്തൂരിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണം. ആലത്തൂരിനെ ഈ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യുന്ന സമയത്ത് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയ സംഘടന 7 വർഷക്കാലമായി ഇവർ ഭരിക്കുന്നു. കേന്ദ്രം ഭരിക്കുന്ന BJP 8 വർഷം ആയിക്കോട്ടെ, തെറ്റ് ഞാൻ തിരുത്തി പോകൂട്ട. അപ്പോ കേന്ദ്രം ഭരിച്ച ഞങ്ങളുടെ 10 വർഷക്കാലം, അവിടെ പ്രതിപക്ഷം ഇരുന്ന കോൺഗ്രസ്, ഇവിടെ ഭരണത്തിലിരിക്കുന്ന ഇടതുപക്ഷം, ഇവിടെ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ്, ഇവരുടെയൊക്കെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും വികസന ചിന്തകളും ഇവരുടെയൊക്കെ എതിർപ്പുകളും ഒക്കെ ചർച്ചയാകുമല്ലോ. കേരളത്തിലെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് ഈ ആലത്തൂരിന് ഒരു പ്രയാസം നിങ്ങൾ മനസ്സിലാക്കണം. ഏറ്റവും കൂടുതൽ കർഷകന്റെ മണ്ണാണ് എന്ന് ഇൻട്രോ പറഞ്ഞ സമയത്ത് താങ്കൾ പറഞ്ഞ അതേ വാക്ക് തന്നെ ഞാൻ എടുക്കുന്നു. കർഷകന്റെ മണ്ണായ ആലത്തൂരിനകത്ത് നിങ്ങളുടെ കാൻഡിഡേറ്റ് ഈ കർഷകന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള ഒരു ചർച്ചാ വിഷയമാണ്. 2, ഈ ആലത്തൂർ ഇന്റർനാഷണൽ തലത്തിൽ പോലും ടൂറിസം ഡെവലപ്മെന്റിന് പറ്റിയ മണ്ണാണ് ഈ ആലത്തൂരിന്റെ മണ്ണ്. കാരണം അത്ര നിങ്ങൾ ഓരോ സ്ഥലവും പ്രദർശിച്ചറിയാം. ഒരുപാട് പാവപ്പെട്ടവരുടെ ഉപജീവന മാർഗം പോലും ഗുണകരമാകുന്ന രീതിയിലേക്ക് കൺവെർട്ട് ചെയ്യാവുന്ന മേഖല. ഇവരുടെ ബിജു 5 വർഷക്കാലം ഇവിടെ MP ആയി. ഇവരുടെ രമ്യ ഹരിദാസ് കോൺഗ്രസിന്റെ 5 വർഷക്കാലം. രമ്യ ഹരിദാസ് MP-യുടെ നോട്ടീസ് ഉണ്ട്. അതിൽ 173 കോടി രൂപ ഇവിടെ ചെലവാക്കിയതായി കാണുന്നു. ബിജു 2000 കോടി ചെലവാക്കി എന്നാണ് കഴിഞ്ഞ തവണ എഴുതിയത്. എന്ന് പറഞ്ഞാൽ ശരാശരി 3173 കോടി രൂപയുടെ വികസനം ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് 10 വർഷക്കാലമായിട്ടുള്ള നരേന്ദ്രമോദി സർക്കാർ തന്നു എന്നുള്ളത് കൃത്യമാണല്ലോ. അപ്പൊ നിങ്ങളോട് ചിറ്റമ്മ നയം കാണിച്ചു എന്നുള്ള നിങ്ങളുടെ രാഷ്ട്രീയ ആരോപണം നിങ്ങൾ തന്നെ കുഴിച്ചു മൂടണമെന്ന് ബഹുമാന പുരസ്സരം പറയട്ടെ. രണ്ടാമത്തെ കാര്യം, ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഞങ്ങൾ 10 വർഷക്കാലം കൃത്യമായിട്ട് ചെയ്തിട്ടുള്ള വികസനത്തിന്റെ പേരിൽ ഈ ആലത്തൂർ പാർലമെന്റിൽ മണ്ഡലത്തിൽ 1,19,505 ജലജീവൻ കണക്ഷനുകൾ ഉണ്ട് സർ. ജനൌഷധികൾ 39 കേന്ദ്രമുണ്ട് സർ. ഈ ആലത്തൂരില് PM കിസാൻ സമ്മാൻ നിധി വാങ്ങിച്ചത് 1,74,757 വരെയാണ് സർ. സ്വച്ഛ് ഭാരതിന്റെ ഭാഗമായിട്ട് 54 ടോയ്ലറ്റ്സ് ഈ ആലത്തൂരിലുണ്ട് സർ. അതേപോലെ തന്നെ ഉജ്ജ്വല യോജനയുടെ 8,125 കണക്ഷൻ ഉണ്ട് സർ. PM സൗഭാഗ്യ യോജനയുടെ 100% കണക്ഷൻ ഇതുവരെ ഉണ്ട് സർ. അതുപോലെ ഗരീബ് കല്യാൺ അന്ന യോജനയുടെ 9,12,167 ബെനിഫിഷ്യറീസ് ഉണ്ട് സർ ഈ നാട്ടിനകത്ത്. PM ആവാസ് യോജനയുടെ 12,759 ഹൗസസ് ഉണ്ട് സർ. ഗ്രാമ സംയോജക യോജനയിൽ 155 എൻറോൾമെന്റുകൾ ഉണ്ട് സർ. അതേപോലെ തന്നെ ആയുഷ്മാൻ ഭാരതിൽ 3,10,958 റീംബേഴ്സ്മെന്റ് ഉണ്ട് സർ. അതേപോലെ തന്നെ ഞങ്ങളുടെ ദീനദയാൽ കൗശൽ യോജനയിൽ 12,240 പേര് നിങ്ങളുടെ പ്രവർത്തകരടക്കം എൻറോൾ ചെയ്തിട്ടുണ്ട് സർ. അതുപോലെ ജൻധൻ ഔഷധ 100% ജൻധൻ യോജനയിൽ എൻറോൾമെന്റ് ഉണ്ട്. ഈ ശ്രം പദ്ധതി, ദീനദയാൽ അന്ത്യോദയ, ശ്രം യോഗ, ഇതിലൊക്കെ നാഷണൽ അപ്രന്റീസ് സ്കീമിൽ അടക്കമുള്ള സംവിധാനത്തിൽ ഈ ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ കൃത്യമായിട്ട് അതിൽ DYFI ഉണ്ട്, അതിൽ കോൺഗ്രസ് ഉണ്ട്, അതിനകത്ത് BJP-യുടെ ആളുകളുണ്ട്, ഇതൊന്നുമില്ലാത്ത നിഷ്പക്ഷരായിട്ടുള്ള ആളുകളുണ്ട്. ഇവിടെ സാധാരണക്കാരന്റെ പ്രശ്നം എന്താണ്? നിങ്ങൾ പെട്രോൾ, നിങ്ങൾ ഡീസൽ, നിങ്ങൾ ഗ്യാസ് എന്ന് പറയപ്പെടുമ്പോൾ എന്റെ നേരെ മുൻപിലുള്ള കടകളിലേക്ക് നിങ്ങൾ നോക്കണം. സാധാരണക്കാരന്റെ അരിക്ക് വില നിങ്ങൾ കയറിയ സമയത്ത് ജയാരിയുടെ വില എത്രയാ, ചെറുമണിയുടെ വില എത്രയാ, പരിപ്പിന്റെ വില എത്രയാ, മുളകിന്റെ വില എത്രയാ, ഗ്രീൻ പീസിന്റെയും മുതിരയുടെയും എല്ലാം വില എത്രയാ, ഇന്നത്തെ വില എത്രയാ? സപ്ലൈകോയിൽ നിങ്ങൾക്ക് ഇവർ ഇന്ത്യ മുന്നണിയാ, ഞാൻ ഒറ്റയ്ക്കാ. അപ്പൊ എനിക്ക് നേരിടേ? അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ രാഷ്ട്രീയത്തിൽ ഡോക്ടർ TN സരസുവിനെ, സഹോദര നിങ്ങൾക്ക് സമയം തരാം, ഡോക്ടർ TN സരസുവിനെ ഞങ്ങൾ മുന്നിൽ നിർത്തിയത്, ഞങ്ങൾ കൃത്യമായി പറയുന്നു ഞങ്ങളുടെ രാഷ്ട്രീയം വികസനത്തിന്റേതാണ്. ഇവർ പറയുന്ന ചക്ക ചുക്ക ബന്ധമല്ല. ഞങ്ങൾ കൃത്യമായ വികസന രാഷ്ട്രീയത്തെ മുന്നിൽ നിർത്തുന്നു. ആ രാഷ്ട്രീയത്തിൽ നിങ്ങൾ ചോദിക്കാം. നേരത്തെ ചില കാര്യങ്ങൾ ചോദിക്കാം. ആരോടാണ് ചോദ്യം, അതിനുശേഷം ഉത്തരത്തിന് അവസരം. ആരോടാണ് പറയാ ചോദിക്കാം. അല്ല, പിന്നെ ആദ്യം വർഗശത്രുവിനോടുള്ള ചോദ്യമാണ് ആദ്യം. പ്രിയപ്പെട്ട ഉല്ലാസ് ബാബുവേട്ടൻ കുറെ പറഞ്ഞു. 32 കോൺഗ്രസ് കൊണ്ടുവന്ന 32 പദ്ധതികൾ പേര് മാറ്റിയിട്ടാണ് BJP അവരുടേതാക്കി മാറ്റിയത്. ആരാന്റെ കുട്ടിന്റെ അപ്പനാകാൻ ശ്രമിക്കുന്ന ഒരു നിലപാട് അത് BJP നിർത്തണം. ഇവര് പറയുന്ന ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഓഫ് ഫോർ LPG എന്നുള്ളതാണ് പഹൽ എന്നുള്ള പദ്ധതി. നിർമ്മൽ ഭാരത് അഭിയാനാണ് സ്വച്ഛ് ഭാരത് മിഷനാക്കി മാറ്റിയത്. നാഷണൽ അർബൻ ലൈവ്ഹുഡ് മിഷനാണ് ദീൻ ദയാൽ അന്ത്യോദയ യോജന എന്നാക്കിയത്. പ്രൈം മിനിസ്റ്റർ റിസർച്ച് ഫെലോഷിപ്പ് സ്കീമാണ് പ്രൈം മിനിസ്റ്റർ ഫെലോഷിപ്പ് സ്കീം ആക്കിയത്. നാഷണൽ മാനുഫാക്ചറിംഗ് പോളിസിയാണ് അവർ മേക്ക് ഇൻ ഇന്ത്യ ആക്കിയത്. നാഷണൽ ഓപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്ക് എന്നുള്ളതാണ് ഭാരത് നെറ്റ് ആക്കിയത്.
ഇനി എത്ര എണ്ണം വേണം? സ്വച്ഛ് ഭാരത് യോജന അടൽ പെൻഷൻ യോജനയാക്കി, നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം സ്കിൽ ഇന്ത്യ ആക്കി, ഫ്രീ LPG കണക്ഷൻ ടു BPL ഫാമിലീസ് എന്നതാണ് ഉജ്ജ്വൽ യോജന. എന്ത് പറഞ്ഞാലും ഉജ്ജ്വൽ ഉജ്ജ്വൽ ഉജ്ജ്വൽ. എന്താ അവന്റെ മകന്റെ പേരാണ്? ഉജ്ജ്വൽ ഉജ്ജ്വൽ ഉജ്ജ്വൽ. എപ്പോ നോക്കിയാലും 32 പദ്ധതികൾ, 32 പദ്ധതികൾ. കോൺഗ്രസ് രാജീവ് ആവാസ് യോജന എന്ന് പറയുന്നത് സർദാർ പട്ടേൽ നാഷണൽ മിഷൻ ഫോർ അർബൻ ഹൗസിംഗ് എന്ന് പേര് മാറ്റി 32 എണ്ണം. വെല്ലുവിളിക്കുന്നു BJPക്കാരോട്, കോൺഗ്രസ് കൊണ്ടുവന്ന പദ്ധതികൾ പേര് മാറ്റി തന്റേതാക്കിക്കൊണ്ട് നടക്കാൻ നാണവും മാനവുമില്ലേ? ഉല്ലാസ് മറുപടി. നല്ല കവല പ്രസംഗമാണ്, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ സർ, എനിക്ക് മകനല്ല, BJPക്കാരന്റെ അംഗീകാരമൊന്നും വേണ്ട, അംഗീകാരത്തിന് വേണ്ടിട്ടല്ല. അല്ല, അംഗീകാരം നിങ്ങൾക്ക് പണ്ട് ഇല്ലല്ലോ സർ. അതുകൊണ്ടല്ലേ കേരള ഇന്ത്യ മഹാരാജ്യത്ത് ഉപ്പ് വെച്ച കലം ആയിക്കോട്ടെ. കേരളത്തിലെ വട്ടപൂജത്തോട് മത്സരിക്കുന്ന ഒരു പ്രസ്ഥാനം, വട്ടപൂജത്തോട് മത്സരിക്കുന്ന ഒരു പ്രസ്ഥാനം. കേരളത്തിൽ വട്ടപൂജമായപ്പോഴാണല്ലോ ഇന്ത്യ മഹാരാജ്യം 10 വർഷക്കാലം ഭരിച്ചത്. നിങ്ങളുടെ ആരുടെയും ഒരു പിന്തുണയുമില്ലാതെ 10 വർഷക്കാലം ഇന്ത്യ മഹാരാജ്യം ഞങ്ങൾ കൃത്യമായി ഭരിച്ചത്. അതിന്റെ അടിസ്ഥാന പിന്നെ ഉജ്ജ്വല യോജന എന്ന് പറയപ്പെടുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നും. കാരണം സാധാരണക്കാരായിട്ടുള്ള BPL കുടുംബങ്ങൾക്ക് കൃത്യമായി കൊടുക്കുന്ന സമയത്ത് കോൺഗ്രസിന്റെ നിങ്ങൾ നേരത്തെ പറഞ്ഞ ഭാഷ കോൺഗ്രസിന്റെ അച്ഛന്റെയും ഇന്ത്യ മഹാരാജ്യം കോൺഗ്രസിന്റെ അച്ഛന്റെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ. ഭാഷ പൊട്ടയാണെങ്കിൽ രതീഷിന്റെ ഭാഷ പറയാൻ അറിയുന്ന ഇവിടെ വേണ്ടത്. ഇവിടെ വികസന ചർച്ചയാണ് വേണ്ടതെന്ന് രതീഷ് ചർച്ചയുണ്ടെങ്കിൽ അങ്ങനെ ഭാഷ സംസാരിക്കുകയാണെങ്കിൽ രതീഷ് നമുക്ക് സംസാരിക്കാം. ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇടതുപക്ഷത്തിന്റെ കൂട്ടും പിടിച്ചുകൊണ്ടാണ് ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ നിങ്ങളുടെ നേതാവ് ഈ വയനാട്ടിലേക്ക് തെറ്റിപ്പോയി വരേണ്ടത് എന്തുകൊണ്ടാണ്? ഇന്ത്യ മഹാരാജ്യത്ത് വയനാട്ടിലേക്ക് ഇറക്കുമതി ചെയ്യേണ്ടി വന്നത് നാശിച്ച് നാരായണക്കല്ലായതുകൊണ്ടല്ലേ? കോൺഗ്രസ് എന്ന സംഘടന നാശിച്ച് നാരായണക്കല്ലായതുകൊണ്ടല്ലേ? 10 വർഷക്കാലം വെറുപ്പിച്ചിട്ട് എന്നിട്ട് ഇന്ന് ഒന്നുമല്ലാത്തവരായി മാറിയിട്ട് ഞങ്ങളോട് കൊഞ്ചനം കൂട്ടാൻ വരുന്ന കയ്യിൽ വെച്ചേക്ക. നമുക്ക് ആരോഗ്യപരമായിട്ട് ദയവായി ആരോഗ്യം കളഞ്ഞു തരാന്ന് പറ. ആരോഗ്യത്തിനൊരു കുഴപ്പമില്ല. കോൺഗ്രസ്കാരോട് കാണിക്കാൻ വിടില്ല. വെച്ചാൽ മതി. എന്റെ ഷോ ഞാൻ അടിച്ചോളാം. എന്റെ ഷോ ഈ അടിച്ചാൽ മതി. മോഡിയോട് മുട്ടാൻ കഴിവില്ലെങ്കിൽ കൊഞ്ഞനം കുത്തിയിട്ട് കാര്യമില്ലല്ലോ. മോദിയോട് മുട്ടാൻ കഴിവില്ലെങ്കിൽ കൊഞ്ഞനം കുത്തിയിട്ട് കാര്യമില്ലല്ലോ. അത് നാട്ടലുണ്ടെങ്കിൽ സ്വന്തം നാട്ടിൽ പോയി മത്സരിച്ച് ജയിക്കാൻ പറ നേതാവിനോട്. നാട്ടലുണ്ടെങ്കിൽ അത് പോയി പറയാൻ പറ. മോദിയോട് മത്സരിച്ച് ജയിക്കാൻ കഴിവില്ലല്ലോ. കളിക്കണോ? നരേന്ദ്രമോദിയോട് മത്സരിക്കാൻ കഴിവില്ലാത്തവല്ലോ. അപ്പൊ നട്ടലില്ലേ മോഡിക്ക്? അല്ല ഇതൂടെ പറഞ്ഞ അല്ല ഗോദയിൽ ഏതായാലും എന്നെ നടുക്ക് നിർത്തിയത് വളരെ നന്നായി. അതല്ലെങ്കിൽ അവിവേകം കാണിക്കില്ല. അല്ല ഗോദയിൽ ഇവിടെ പറഞ്ഞത് BJPയും കോൺഗ്രസും പറയുന്നത് 2 വഴിക്കാർ 2004 മുതൽ അധികാരത്തിലുണ്ടായിരുന്ന കോൺഗ്രസിന്റെ 2 വർഷത്തെ UPA ഗവൺമെന്റ് ആദ്യ ഗവൺമെന്റിൽ 64 MP-മാർ LDFന്റെ ഉണ്ടായിരുന്നപ്പോ നടപ്പിലാക്കിയിരുന്ന കുറെ പദ്ധതികൾക്ക് പേര് മാറ്റിയിട്ടാണ് ഇപ്പോ ഈ BJPക്കാർ കൊണ്ടുവന്നത്. ഇത് നടപ്പിലാക്കുന്നത് എവിടെയാണ്? BJP ഭരിക്കണ കേരളത്തിലാ? LDF കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ നടപ്പിലാക്കിയ പദ്ധതികളാണ് നിങ്ങൾ ഇപ്പൊ BJPക്കാരൻ അക്കമിട്ട് പറയുന്നത്. നിങ്ങൾ മനസ്സിലായിക്കോ. 32,000 പേർക്കാണ് ഈ PMAYയുടെ വീട് വരിക. ഒരു വീടിന് കൊടുക്കേണ്ടത് ഇവരെത്ര കൊടുക്കണം അറിയോ? 72,000 രൂപ ഗ്രാമം, 1,28,000 രൂപ നഗരപ്രദേശം. LDF ഗവൺമെന്റ് ഒരു ലൈഫ് മിഷനിലൂടെ കൊടുത്തത് 5,30,000 വീട്. ഒരു വീടിന് ഞങ്ങൾ കൊടുക്കുന്നത് 4 ലക്ഷം രൂപ, 3,28,000 രൂപ കൊടുക്കുന്നത് LDF ഗവൺമെന്റ് സഹ പിണറായി വിജയന്റെ ഗവൺമെന്റ്. നിങ്ങൾ മനസ്സിലായിക്കോ. അതുപോലെ തന്നെയാണ്
ആദിവാസി ഊരുകളിലുള്ളവർക്ക് കൊടുക്കുന്നതാണ്. Goda, co-presented by Berger Paints, 100 Years of Trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partner, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ ആരോടാണ് ചോദ്യം? ആരോടാണെന്ന് പറയാ, ചെറുതായി കോൺഗ്രസ്സുകാരോടും ബി ജെ പിക്കാരോടുമാണ് ചോദ്യം. ഒരാളോട് ചോദിക്കാം. ഞാൻ ഇവിടെ വരുമ്പോ രണ്ടാളും കൂടിയുള്ള വഴക്കാണ് കണ്ടത്. നാളെ വല്ല ഇടിയും വരുന്നു പറഞ്ഞ കൂടെ പോകേണ്ട ആളുകളാണ് ഈ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഇപ്പൊ ആ ചേട്ടൻ പേപ്പർ പിണറായി വിജയനല്ല പിണറായി വിജയനല്ല പറയാ. ആരാ പിണറായി വിജയനല്ല പിണറായി വിജയനല്ല. വെറുതെ വേണ്ടാത്ത വർത്തമാനം പറയണ്ട. അതെ, അല്ല, വേണ്ടതല്ലേ ചോദിക്കണേ. സഹിക്കാദ്യം അവര് ചോദിക്കട്ടെ. അല്ല, അവര് ചോദിക്കാനുള്ളത് എന്ത് പേടി? പൊട്ടത്തരം വങ്കത്തരം ചോദിക്കുമ്പോ ചോദിക്കട്ടെ. ഒരു പേപ്പർ നോക്കി കാണിച്ചല്ലോ ഇപ്പൊ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടെ. ആ എഴുതി വെച്ചതല്ലേ. ചോദിക്കട്ടെ മാഷേ, എവിടേക്കായി ഓടിക്കണമെന്ന് അത് ചോദിക്കട്ടെ. പൊട്ടത്തരം പറഞ്ഞ എന്ത് പറയും? കണ്ടിട്ട് ഞങ്ങളെ ഞാൻ പോകുന്ന പറഞ്ഞത് എന്നെ വ്യക്തിപരമായിട്ടാ പറഞ്ഞത്. എന്നെ വ്യക്തിപരമായിട്ടാ പറഞ്ഞത്. കേട്ടില്ലേ? എന്നെ വ്യക്തിപരമായിട്ടാ പറഞ്ഞത്. ഒരുമില്ല. പിന്നെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഓരോ വർഷം കൂടുമ്പോഴും അലോക്കേഷൻ കുറഞ്ഞു പോകുന്നുണ്ടല്ലോ കൂലി കൊടുക്കുന്നതിൽ ബന്ധപ്പെട്ട്. എന്തുകൊണ്ട് ഇവിടുത്തെ MP അതിനെ കുറിച്ച് ഒരു വാക്ക് സംസാരിച്ചില്ല? വേറൊന്ന്, അല്ല, ഇത് ഈ ചോദ്യം ഉത്തരം പറയട്ടെ. ഒരേ ഒരു ചോദ്യം. ഇപ്പൊ നമ്മൾ നാരി ഗ്യാരണ്ടി പറയുന്നുണ്ടല്ലോ, ഈ മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട് എന്ത് ഗ്യാരണ്ടിയാണ് ഇവർക്ക് കൊടുക്കാൻ പറ്റിയത്? അതിൽ തന്നെ MP രമ്യ ഹരിദാസ് ഫ്രീ എന്ന നിലയ്ക്ക് എന്താണ് അവരുടെ ഒരു നിലപാട്? ആദ്യമേ സഹോദരി, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത് മൻമോഹൻ സിംഗ് സർക്കാർ, കോൺഗ്രസ് സർക്കാർ. ആദ്യം അത് മനസ്സിലാക്കോ. പള്ളിയാണ് ഉത്തരം താങ്ങിയത് എന്നുള്ള അഹങ്കാരം, പള്ളിയാണ് ഉത്തരം താങ്ങിയുള്ള അഹങ്കാരം ബാബുവട്ട അത് വേണ്ട. കോൺഗ്രസ് ആണ്, UPA സർക്കാരാണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത് കോൺഗ്രസ്. അടുത്ത തെരഞ്ഞെടുപ്പ്, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കോൺഗ്രസിന്റെ സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമ്പോ 400 രൂപ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പണം കൊടുക്കും, ശമ്പളം കൊടുക്കും. പിന്നെ ഇവിടെ CPM-കാരന്റെ പണി എന്താ? തൊഴിലുറപ്പുകാരെ ഉപയോഗിച്ചതാ കോട്ടയത്ത് തൊഴിലുറപ്പുകാരെ അവിടെ പോയി ഫോട്ടോ എടുത്തിട്ട് പരിപാടിക്ക് വന്നോന്നാ പറയണേ. ഇവിടെ പാലക്കാട് ജില്ലയിൽ എല്ലാ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ യൂണിയനുണ്ട്. തൊഴിലുറപ്പുകാരെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി വെച്ച് CPM-ന്റെ ആളുകൾ രാഷ്ട്രീയമായി കൊണ്ടു നടക്കാൻ മാനമില്ലേ? കോൺഗ്രസ് കൊണ്ടുവന്ന പദ്ധതി മഹാത്മാഗാന്ധിയുടെ നാമത്തിൽ അത് പള്ളിയാണ് ഉത്തരം എന്ന് പറയാൻ മാനമില്ലേ? ഒറ്റ കാര്യമുള്ളൂ, ED-യെ പേടിക്കാത്ത ഏക പാർട്ടി ആരറിയോ? പിണറായി. കോൺഗ്രസ്. അതേടോ, ഒരു സംശയിക്കേണ്ട. ED-യല്ല, NIA-യല്ല, CBI വന്നാൽ പഠിക്കപ്പോൾ നിൽക്കാൻ നിങ്ങൾ. ED-യെ പേടിക്കാതിരിക്കാൻ കോൺഗ്രസ് പാർട്ടിയിലെ എത്ര ആളുകളാ ഇപ്പൊ ഈ BJP-ക്ക് പോയത്? നിനക്കറിയോ ആരൊക്കെ പോയി എന്നുള്ളത്? അറിയോ നിങ്ങള്? ഏറ്റവും ഒറ്റ കാര്യമുള്ളൂ, ഒരു കാര്യം. ഈ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവിന്റെ പേര് റോബർട്ട് വധേര അല്ലേ? അദ്ദേഹത്തിന്റെ കമ്പനിയാണ് DLF. ഈ മറ്റേ നമ്മുടെ ഇലക്ട്രൽ ബോണ്ട് വഴി BJP-ക്ക് കൊടുത്ത സംഭാവന എത്ര? ED-യെ പേടിച്ചിട്ടല്ലേ? 170 കോടിയെ കൊടുത്ത്. ഈ രാഹുൽ ഗാന്ധിക്ക് ഷെയറുള്ള ഒരു കമ്പനി ഉണ്ട്, ഇയാൾക്കറിയോന്നറിയില്ല. നിക്ഷേപമുള്ള നിക്ഷേപമുള്ള ഒരു കമ്പനിയുടെ പേര് ഡിവിൽ ഇസ്ലാം.
BDA പേടിച്ചിട്ട് ആ കമ്പനി കൊടുത്ത സംഖ്യ എത്ര അറിയോ BJPക്ക്? 30 കോടി രൂപ. EDA പേടിച്ചിട്ട് എത്ര മുഖ്യമന്ത്രിമാർ ഇവരുടെ പാർട്ടിയിൽ നിന്ന് പോയി? 13 പേർ. എത്ര MP-മാര് പോയി? 80 ആളുകൾ. എത്ര MLA-മാര് പോയി? 124 പേർ. എത്ര മുൻ MLA-മാര് പോയി? 128 പേർ. എന്നിട്ടാണ് ഇതാ ഇന്നും പോയിട്ടുണ്ട് EDA പേടിച്ചിട്ട്, ഇല്ലേ? ADA പേടിച്ച് മുട്ടുവിറയ്ക്കുന്ന പാർട്ടിയല്ല, EDA പേടിച്ചിട്ട് മുട്ടുവിറച്ച് വീട്ടിലിരിക്കുന്ന പാർട്ടിയല്ല LDF-ഉം. മണിപ്പൂരിൽ എന്തുകൊണ്ട് പോയില്ല? ആദ്യത്തെ ചോദ്യം സഹോദരി ചോദിച്ചു. ആ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് അയ്യങ്കാളി എന്ന് മാറ്റിയത് ഞാനല്ല, കേരള സർക്കാരാണ്. അയ്യങ്കാളി തൊഴിലുറപ്പ് അത് അർബൻ മേഖലയിലാണ് കേട്ടോ. അർബൻ മേഖലയിലെ കാര്യം പറയട്ടെ ചേട്ടാ. രണ്ട് പദ്ധതിയാണ് ഗ്രാമപഞ്ചായത്തുകൾക്ക്. ആവാസ് യോജനകളായാലും ഏത് യോജന അർബനും റൂറലും രതീഷ് എന്നെ പഠിപ്പിക്കണം. അയ്യോ നിങ്ങൾ പറഞ്ഞപ്പോ അർബൻ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിച്ച സർക്കാർ ഏതാണ് എന്ന് കൃത്യമായി നോക്കണം. അതിൽ BJP-യോ CPM-ഓ കോൺഗ്രസോ ചിന്തിക്കരുത്. തൊഴിലുറപ്പ് വേതനം ചെയ്യുന്ന അമ്മമാർ അവരെ പരിപൂർണമായി ബഹുമാനിക്കപ്പെടുന്നതാണ്. പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാർ തൊഴിൽ ദിനങ്ങളും തൊഴിൽ എമൗണ്ടും കൂട്ടിയത് കേന്ദ്ര സർക്കാരാണെന്ന് മേഡത്തിനും അറിയാം, എനിക്കും അറിയാം. അതിൽ ഇടതുപക്ഷമോ വലതുപക്ഷമോ BJP-യോ നോക്കേണ്ടതില്ല. അമ്മമാർ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ആ നിലപാട് തന്നെയാണ് BJP-ക്കുള്ളത്. രണ്ട്, മണിപ്പൂരിന്റെ കേസ് സഹോദരി ചോദിച്ചു. മണിപ്പൂരിനകത്ത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു വിഷയമല്ല. നിങ്ങൾ ഉന്നയിക്കുന്ന വിഷയം പ്രധാനമന്ത്രി നേരിട്ട് അങ്ങോട്ട് പോയില്ല. ഒരു ഇന്ത്യ മഹാരാജ്യത്ത് ലോ ഓഫ് ലാൻഡ് ഉള്ള സ്ഥലത്ത് പ്രധാനമന്ത്രി എന്നെ പോകണമെന്നില്ല. സിദ്ധാർത്ഥന്റെ വീട്ടിലേക്ക് മുഖ്യമന്ത്രി പോയിട്ടില്ലല്ലോ. ആ കഥ അവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, പ്രധാനമന്ത്രിയല്ല ആഭ്യന്തരമന്ത്രി അമിത്ഷാ 15 ദിവസത്തോളം അവിടെ ക്യാമ്പ് ചെയ്താണ് പ്രവർത്തിച്ചത്. 1993 മുതൽ ഈ കാലയളവ് വരെ നിരവധി വർഷങ്ങളിൽ അവിടെ വംശീയ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ വംശീയ കലാപങ്ങൾ ഇറ്റ്സ് നോട്ട് പൊളിറ്റിക്കൽ. ആ പൊളിറ്റിക്കൽ അല്ലാത്ത വംശീയ കലാപങ്ങളെ കൃത്യമായി നിർത്തുന്നതിന് ഇന്റർനാഷണൽ ശൈലിയിൽ വരെ ഇടപെടുന്ന ആളുകളെ നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആ അതിർത്തി തർക്കം വരെ പരിഗണിച്ചു പോരുന്നതിന്റെ ഭാഗമായിട്ട് അമിത്ഷാജി അടക്കമുള്ള ആഭ്യന്തരമന്ത്രി അടക്കമുള്ള ആളുകൾ അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഇതുപോലെയുള്ള ശമനത്തിന് തുടക്കം വന്നത്. 93 മുതൽ ഇതുണ്ട്. 800 പേർ വരെ ഒരു ദിവസം മരിച്ചു വീണ പ്രശ്നമുണ്ട്. അത് മെയ്തൈകളും കുക്കികളും നാഗകളും അങ്ങോട്ടും ഇങ്ങോട്ടും. കർദിനാൾ ഓസ്വാൾ കൃത്യമായി പറഞ്ഞില്ല, ഇതൊരു ക്രിസ്തീയ ഇതായിട്ട് നിങ്ങൾ അതിനെ കാണണ്ട എന്ന് പറഞ്ഞില്ല. ഞാൻ കർദിനാളിനെ വിശ്വസിക്കാൻ അംഗീകരിക്കുന്നു. രണ്ട്, ഇവർ സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. വനിതാ ബിൽ അവതരിപ്പിച്ച രാഷ്ട്രീയ സംഘടന ഞങ്ങളാണ്. അത് അധികം വൈകാതെ നടപ്പിലാക്കും. 3, വാളയാർ 50% കേരളത്തിൽ നടപ്പിലാക്കിയിട്ട് കാലം അത്രയും. അവിടെ ഒരു കാര്യം, റിസർവേഷൻ സ്ത്രീകൾക്ക് അവിടെ ഞങ്ങൾ അത് കൃത്യമായി ലോകസഭയിൽ പാർലമെന്റിൽ ഞങ്ങൾ അത് കൃത്യമായി നടപ്പിലാക്കി. അത് അംഗീകരിക്കാൻ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നടപ്പിലാക്കും. രണ്ടാമത്തെ കാര്യം, വാളയാറിൽ 2 പെൺകുട്ടികൾ തൂങ്ങി മരിച്ച വിഷയത്തിൽ നിങ്ങളുടെ നിലപാടുകൾ എന്തായിരുന്നു? ആ അമ്മയുടെ വർത്തമാനവും എന്തായിരുന്നു എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. വണ്ടിപ്പെരിയാർ നിങ്ങൾ മറന്നു പോകരുത്. ആലപ്പുഴയിലെ കുളിമുറികളിൽ ക്യാമറ വെക്കുന്ന നേതാക്കന്മാർ ഏത് പാർട്ടിയിൽ നിന്നാണ് നിങ്ങൾ മനസ്സിലാക്കണം. ഷൊർണൂരിലെ ശശികേട്ടന്റെ കാര്യം ഞാൻ വ്യക്തിപരമായി പറയുന്നില്ല. ഇതൊക്കെ രാഷ്ട്രീയ പാർട്ടിയിൽ വിവിധ വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവനവന്റെ നാട്ടിൽ നോക്കാതെ അങ്ങോട്ട് നോക്കുന്ന രീതിയിൽ നിർത്തണം. 2, ഒറ്റ കാര്യം ബാബുവേട്ടൻ പറഞ്ഞതിന് മറുപടി പറയണമല്ലോ. അന്താരാഷ്ട്ര തലത്തിലേക്ക് കേരളം ആയി എന്നുള്ളതിൽ ബാബുവേട്ടനെ പോലെ തന്നെ ആസ് എ മലയാളി ഞാനും ഇഷ്ടപ്പെടുന്നു ബാബുവേട്ടൻ. പക്ഷേ എന്നിട്ടും കടം മൂലധനം പൈസ ഇല്ല എന്ന് പറഞ്ഞ് ഉൽപാദനക്ഷമതയില്ലാത്ത നാടായി ഈ നാടിനെ പുറകോട്ടടിച്ച് നിങ്ങൾ കാശ് കടം മേടിക്കാൻ നടക്കുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ നാടിനകത്ത് വികസിക്കാനുള്ള സാധ്യതകൾ ഉണ്ടായിരിക്കെ കൃത്യമായ അജണ്ടയോടുകൂടി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നിന്നുകൊണ്ട് അതിനെ വികസിപ്പിക്കുന്ന കാഴ്ചപ്പാടും ദീർഘവീക്ഷണമില്ലാത്ത ആളുകൾ നിങ്ങളുടെ മന്ത്രിസഭയിലുണ്ടായി എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കേണ്ടത് എന്ന് മനസ്സിലാക്കണം. ഇവിടെ 3 പാർട്ടികൾ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നുണ്ട്. ഒന്ന് BJP ആണ്. ഒരു ഫാസിസ്റ്റ് ശക്തിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസ് ഇവിടെ തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിക്കുന്നത്. അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് വോട്ടും ചോദിക്കുന്നത്. രണ്ടാമതൊരു പാർട്ടി ഭരിക്കുന്നത് ഞങ്ങളുടെ MLA ആയ ബാബുവേട്ടന്റെ പാർട്ടിയാണ്. അവർ ചിഹ്നം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇവിടെ നടത്തുന്നത്. ഞങ്ങൾ നടത്തുന്നത് ഇവിടെ മതേതരത്വ ജനാധിപത്യം സംഭരിച്ചിട്ട് 2029 ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകണമെന്നുള്ള പ്രത്യാശയോടുകൂടി തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. പിന്നെ ബാബുവേട്ടൻ പറഞ്ഞു, പിന്നെ ഇവിടെ UPA സർക്കാരിന് ഞങ്ങൾ 72 ആൾക്കാർ 64 ആൾക്കാർ പിന്തുണച്ചു എന്ന് ബാബുവേട്ടൻ ഓർമ്മയില്ലാതെ പറഞ്ഞായിരിക്കും. ഇന്ത്യന്റെ ചരിത്രത്തിൽ CPM-ന് 44 കൂടുതൽ MP-മാര് ഉണ്ടായിട്ടേ ഇല്ല. അല്ല, ഞാൻ അതിനുള്ള മറുപടി പറഞ്ഞു. കാരണം നല്ല ചോദ്യങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന്. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്പർ തെറ്റിപ്പോവരുത്.
64 MP ഇടതുപക്ഷ MP-യുടെ പിന്തുണയോടുകൂടി അന്ന് പറയട്ടെ, ഒന്നുകൂടെ പറയുന്നത് കേൾക്കുന്നു, ഒന്നുകൂടെ കേൾക്കുന്നു. അന്ന് സോണിയാജി മൻമോഹൻ സിംഗും ഏറ്റവും ആദ്യം പോയത് വേറെ എവിടെയല്ല, ഹർകിഷൻ സിംഗ് സുർജിത്തിന്റെ എവിടെയാ. എന്താ പറഞ്ഞറിയോ? നിങ്ങൾ ജ്യോതി ബസുവിനെ പ്രധാനമന്ത്രിയാക്കണം എന്നാ പറഞ്ഞു. അന്ന് ഞങ്ങൾ ഒരു മന്ത്രിസഭയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്യാബിനറ്റ് റാങ്കോ പോലും ഇല്ലാതെ ഈ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ഫാസിസ്റ്റ് ശക്തിയെ എതിർക്കുന്നതിന് വേണ്ടിയുള്ള പിന്തുണയാണ് അന്ന് നിങ്ങൾക്ക് നൽകുമ്പോൾ ഞങ്ങൾ പറഞ്ഞു മിനിമം പരിപാടി എന്തായിരുന്നു? ഒന്നാമത്തെയാണ് തൊഴിൽ ഉറപ്പ് പറഞ്ഞാൽ തൊഴിൽ കൈരേഖ കാണിച്ച് വീമ്പളക്കണ്ട. വനാവകാശ നിയമം അതിന് വിവരാവകാശ നിയമം 5 കൈരേഖ കാണിച്ച് വീമ്പളക്കണ്ട. കൈരേഖ കാണിച്ച് വീമ്പളക്കണ്ട. 5 വെറുതെ എഴുതി വെച്ചിട്ടേ 2004 കാര്യം കൈരേഖ കാണിച്ച് വീമ്പളക്കിയിട്ട് അങ്ങനെ ഷൈൻ ചെയ്യണ്ട. 5 പരിപാടികൾ അതിന്റെ ഭാഗമായാണ് തൊഴിൽദാന പദ്ധതി, 2 വിവരാവകാശ നിയമം, 3 ഭക്ഷ്യസുരക്ഷാ നിയമം, 4 വിദ്യാഭ്യാസാവകാശ നിയമം, 5 വനാവകാശ നിയമം. ആ 5 നിയമങ്ങളാണ് കൊണ്ടുവന്നത്. മനസ്സിലായിക്കോ? ആക്ഷനൊക്കെ കൈവച്ചാൽ മതി. ഒരു കുഴപ്പമില്ല. പിന്നെ ആക്ഷനൊക്കെ കൈവച്ചാൽ മതി. ആ പരിപാടി വേണ്ട. ആക്ഷനൊക്കെ കൈവച്ചാൽ മതി. ആക്ഷൻ കൈവച്ചാൽ മതി. വേണ്ട ആക്ഷൻ കാണിക്കണ്ട. ആക്ഷൻ കാണിക്കണ്ട. കൈവച്ചാൽ മതി. ആക്ഷൻ കാണിക്കണ്ട. കൈവച്ചാൽ മതി. ഓവർ ആക്ഷൻ കാണിക്കണ്ട. ഞങ്ങൾ മത്സരിക്കുന്നതേ ഞങ്ങളുടെ ചിഹ്നം നിലനിർത്താനാണ്. ഏത് അർത്ഥത്തിൽ പറയുന്നതാണ് ഇതൊക്കെ? ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ആദ്യത്തെ ചിഹ്നം എന്തായിരുന്നറിയോ? 52-ലെ ആദ്യ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ചിഹ്നം മുഖം പൂട്ടിയ കാള. രണ്ടാമത് വന്ന ചിഹ്നം കാളയും കുട്ടി അല്ല എന്താണ് പശുവും കിടാവ്. മൂന്നാമത് വന്ന ചിഹ്നം ഇരട്ട ഇല. 4ാമത് വന്ന ചിഹ്നം കൈപ്പത്തി. ഞങ്ങൾ 52-ൽ മത്സരിക്കുമ്പോൾ ആദ്യത്തെ ചിഹ്നം അരിവാൾ നെൽക്കതിർ. 964-ൽ ഞങ്ങൾ പാർട്ടി 2ആയപ്പോൾ അരിവാൾ ചുറ്റിക നക്ഷത്രം. അന്നു മുതൽ ഇന്ന് വരെ ഈ ചിഹ്നത്തിലാണ് ഞങ്ങൾ മത്സരിക്കണം. രണ്ടാമത് പറയട്ടെ, അയാൾ മനസ്സിലാക്കണം. 3 MP-മാർ, 5 രാജ്യസഭാ അംഗങ്ങൾ, 61 MLA കേരളം, 10 MLA ത്രിപുര, അതുപോലെ തന്നെ ഒറീസയിൽ, ബീഹാറിൽ, തമിഴ്നാടിൽ, അതുപോലെ ആസാമിൽ 1, മറ്റു സ്റ്റേറ്റുകളിൽ 1ഉം 2ഉം വീതം. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഞങ്ങൾ ഈ 2 MLA-മാർ. അതുകൊണ്ട് ഞങ്ങളുടെ ചിഹ്നം പോകുന്നവർ നിങ്ങൾ ബേജാറാവണ്ട. രണ്ടാമതൊന്നുകൂടെ പറയട്ടെ. രണ്ടാമത് പിന്നെ മര്യാദയ്ക്കാണെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവരെ തോൽപ്പിക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം ഇവിടത്തെ ജനാധിപത്യ മതനിരപേക്ഷ പാർട്ടിക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്ത് വേണമെന്ന് ആലോചിച്ചു പോകുന്നത് നിങ്ങൾക്ക് നല്ലത്. Goda, co-presented by Berger Paints, 100 Years of Trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partner, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Goda, co-presented by Berger Paints, 100 Years of Trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partner, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ കോൺഗ്രസിനോടാണുള്ള ചോദ്യം. BJP ഇത്രയധികം നമ്മുടെ നാടില് കലാപങ്ങളും അല്ലെങ്കിൽ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഇന്ന് കാലത്തുണ്ട്. അപ്പൊ BJPയെ മാറ്റി നിർത്തേണ്ട ഉത്തരവാദിത്തം കോൺഗ്രസിനും CPM-നും ഈ നാട്ടിലുണ്ട്. പക്ഷെ കോൺഗ്രസ് ഈ കഴിഞ്ഞ 10 വർഷക്കാലം ഇന്ത്യ മോദി ഭരിച്ചപ്പോൾ നല്ല പ്രതിപക്ഷമായിരുന്നിട്ടുണ്ടോ കോൺഗ്രസ്? കഴിഞ്ഞ തവണ
18 സീറ്റ് വിജയിപ്പിച്ച് കേരളത്തിൽ നിന്ന് എന്താണ് MP-മാര് പോയി. 19 വിജയിച്ച് പോയി, പിന്നെ 18 ആയി. അപ്പോ ഈ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഈ 18 പേര് നല്ല പ്രതിപക്ഷമാവാൻ, ഈ BJP-യെ പ്രതിരോധിക്കാൻ, ഇപ്പൊ കർഷക സമരത്തിലൊക്കെ നല്ല രീതിയിൽ ഇന്ത്യയിൽ BJP-യെ മുട്ടുകുത്തിക്കുന്ന അല്ലെങ്കിൽ അവരെ വിറപ്പിക്കുന്ന രീതിയിൽ കർഷകർ പെരുമാറിയപ്പോൾ ഈ കോൺഗ്രസ് എന്ത് ചെയ്തു അവിടെ? 18 MP-മാർ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, CAA മുത്തലാഖൊക്കെ വരുന്ന സമയത്ത് ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ 3 MP-മാരാണ് അവിടെ ഉണ്ടായിരുന്നത്, ലീഗിന്റെ MP-മാര്. കോൺഗ്രസ്സുകാർ എവിടെ പോയി? എവിടെ പോയി? അവരില്ലായിരുന്നു. കോൺഗ്രസിന്റെ MP-മാർ കേന്ദ്രത്ത് ഡൽഹിയിൽ പോയി ഏതൊക്കെ രീതിയിലുള്ള സമരങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് മറുപടി പറയട്ടെ. അവിടെ ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ 10 വർഷക്കാലമായി കോൺഗ്രസ് പാർലമെന്റിനകത്തും പുറത്തും സമരം ചെയ്തപ്പോ ഞങ്ങളുടെയൊക്കെ പുറകില് വാലാട്ടിയിട്ട് പിന്നാലെ വന്നിരുന്ന ആളുകളാണ് ഈ ഇവിടെ പറയണത്. ലോകസഭാ TV കാണണം, മുഖ്യധാരാ മാധ്യമങ്ങളെ കാണാനും കേൾക്കാനുമുള്ള മനസ്സ് വേണം. അല്ലാതെ ദേശാഭിമാനിയും കൈരളിയും മാത്രം കണ്ട് അന്തം കമ്മിയായി തിമിരം ബാധിച്ചിരുന്ന ഒരു ലോക വിവരവും ഉണ്ടാവില്ല. പൊട്ടക്കണറ്റിലെ തവള പോലെ, കൂപമണ്ടൂകം പോലെ ഇവിടെ കിടന്ന് നിലവിളിക്കാനേ കഴിയൂ. ലോകസഭാ ചാനൽ കാണണം, മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ എല്ലാ പത്രവും വായിക്കണം, ചാനൽ കാണണം. വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ എവനെങ്കിലും എഴുതി വിട്ടത് അങ്ങനെ കേട്ടിട്ട് നടന്നിട്ട് കാര്യമില്ല. അതാദ്യം മനസ്സിലാക്കുക. കോൺഗ്രസിന്റെ MP-മാർ, UDF-ന്റെ MP-മാർ അവിടെ എല്ലാ വിഷയങ്ങളിലും കൃത്യമായി ഇടപെട്ടിട്ടുണ്ട്. അത് 10 വർഷത്തെ ഓരോന്നായി ഞാൻ പറയട്ടെ. ഇവിടെ ഓരോന്നായി പറയാൻ നിങ്ങൾ കേൾക്കുവോ? കർഷക വിഷയത്തില്, CAA വിഷയത്തില്, പാവപ്പെട്ട ആളുകളെ ദ്രോഹിച്ച മുത്തലാഖ് വിഷയത്തില്, എല്ലാ വിഷയത്തിലും ദേശാഭിമാനിയിൽ കാണില്ല, ദേശാഭിമാനിയിലോ കൈരളിയിലോ കാണില്ല. അവർക്ക് അതിനുള്ള സമയമില്ല. മറ്റു മുഖ്യധാര വാർത്താ മാധ്യമങ്ങളെ കാണാനും കേൾക്കാനുമുള്ള മനസ്സുണ്ടാവണം. ചോദ്യം BJP-യുടെ പ്രതിനിധിയോടാണ്. മണിപ്പൂർ കലാപം ഇത്രയേറെ കൊടിമുടി നിൽക്കുമ്പോൾ എന്തുകൊണ്ട് മോദി പോയില്ല എന്നുള്ള ആദ്യത്തെ ചോദ്യം. CAA പോലൊരു പൗരത്വ ഭേദഗതി ബില്ല് ഈ രാജ്യത്ത് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് BJP എന്ത് രാഷ്ട്രീയമാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് മുമ്പിൽ വെക്കുന്നത് എന്നാണ് ചോദ്യം. രണ്ടാമത്തെ CPM-ന്റെ പ്രതിനിധിയോട് 2 ചോദ്യം. CPM-നോട് 2 ചോദ്യമാണ്. കാരണം കോൺഗ്രസ് BJP-ക്ക് ബദലല്ലെങ്കിൽ തമിഴ്നാട്ടിൽ ആകെ ഒരു MP ആണ് CPM-ന് ഇപ്പൊ ഇലക്ഷൻ നിൽക്കുന്നത്. ആ MP ഇലക്ഷന് വെച്ച ഫ്ലക്സിൽ ഏക മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ ഫോട്ടോ ഇല്ല. ഞങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ചാണ് പ്രചരണം നടത്തുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് കൂടി മറുപടി കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുള്ള ഓരോ പദ്ധതികളും ബഹുമാനപ്പെട്ട MLA പറഞ്ഞു. ആ പദ്ധതികളൊക്കെ കേരളം നടപ്പിലാക്കി. ശരിയാണ്, കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ കേരളം നടത്തുന്ന കേരള സർക്കാർ വഴിക്ക് തന്നെയാണ് നടപ്പിലാക്കേണ്ടത്. അത് അങ്ങനെ തന്നെയാണ് കൃത്യമാക്കുക. പക്ഷേ കേന്ദ്രം ആ പദ്ധതികൾ നടപ്പിലാക്കാൻ എടുത്ത തീരുമാനങ്ങൾ കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എത്തിക്കുന്നു എന്നുള്ളത് വളരെ ശരിയല്ലേ? ഞങ്ങളുടെ സർക്കാർ 10 വർഷക്കാലം വികസനം ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ, നിങ്ങൾ പരസ്പരം ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിൽ തല്ലുമ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ ഇടതുപക്ഷം വലതുപക്ഷത്തെ അംഗീകരിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്ത്? എന്തിനു വേണ്ടിയാണ് വലതുപക്ഷം ഇടതുപക്ഷത്തെ ഇന്ത്യ മഹാരാജ്യത്ത് ഭരണശിലാകേന്ദ്രത്തിലേക്ക് ഒരുമിച്ച് പോകാൻ തയ്യാറാകുന്നത്? അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വ്യക്തി കേന്ദ്രീകൃതമായി ഒരു സമൂഹത്തെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് കോൺഗ്രസ് നടത്തിയ കുടുംബ പാരമ്പര്യ രാഷ്ട്രീയത്തെ കൃത്യമായി ചോദ്യം ചെയ്തുകൊണ്ട് ഡെവലപ്മെന്റ് ആണ് ഈ രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ടത് എന്നുള്ള വലിയ വിശാല കാഴ്ച. ആലത്തൂർ ചർച്ച ചെയ്യേണ്ടത് ഈ തമ്മിൽ തല്ലും ചക്കുളത്തി പോരാട്ടുമല്ല. ആലത്തൂർ ചർച്ച ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട MP രമ്യ ഹരിദാസ് 5 വർഷക്കാലം പാർലമെന്റിൽ ഉണ്ടായിട്ട് 1000 പുതിയ തൊഴിൽ കിട്ടുന്ന ഒരു പദ്ധതി കൈപ്പിടിച്ച് ഈ നാട്ടിലേക്ക് കൊണ്ടുവന്നുവോ ഇല്ലയോ? എന്നെ കാണാൻ നിന്നേക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ എന്ന് പറഞ്ഞുകൊണ്ടായില്ല. കൃത്യമായി കൈപ്പിടിച്ച് ചെറുപ്പക്കാരായിട്ടുള്ള അതിൽ കോൺഗ്രസ് ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് ഉണ്ട്, BJP ഉണ്ട്, നിഷ്പക്ഷരുണ്ട്. ആ നിഷ്പക്ഷരായിട്ടുള്ളതും മറ്റ് രാഷ്ട്രീയക്കാരുമായിട്ടുള്ള വ്യക്തികൾക്ക്, യുവാക്കൾക്ക് കൃത്യമായി IT സിറ്റി ഉണ്ടായോ? അക്കാഡമിക് സിറ്റി ഉണ്ടായോ?
അവർ വളർന്നു വരുന്ന സാഹചര്യത്തിൽ കാനഡയിലേക്കും പോളണ്ടിലേക്കും ഓസ്ട്രേലിയയിലേക്കും US-ലേക്കും പഠിക്കാൻ വിടാതെ സ്വന്തം നാട്ടിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലകളെ കൃത്യമായ ഇടപെടലുകൾ MP ഉണ്ടാക്കിയോ ഇല്ലയോ? അവനവന്റെ ജീവിത മാർഗത്തെ കൃത്യമായി വളർത്തി വലുതാക്കുന്നതിന് MP-യുടെ ഇടപെടലുകൾ ഉണ്ടായില്ല എന്നുള്ളത് കൃത്യമാണ്. അതിന് കോൺഗ്രസുമില്ല, കമ്മ്യൂണിസ്റ്റുമില്ല, BJP-യും ഫാക്ട്. അല്ല, ഇന്ത്യ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഭരണഘടന നേരിടുന്ന വെല്ലുവിളിയാണ്. ആ വെല്ലുവിളിയെ നേരിടാൻ മതനിരപേക്ഷ കക്ഷികൾ ഒന്നിക്കണം എന്നത് ഇന്ത്യ മുന്നണിയുടെ ആവശ്യം തന്നെയാണ്. അതിർത്തി കടന്നുപോയാൽ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്ന കാര്യം സുഹൃത്തിനറിയോ? അറിയില്ല. മാണ്ഡ്യ എന്ന് കേട്ടിട്ടുണ്ടോ? മാണ്ഡ്യ അവിടെ മത്സരിക്കുന്നത് ആരറിയോ? അംബരീഷിന്റെ ഭാര്യ സുമലത. ഈ മലയാള സിനിമയിലേക്ക് അഭിനയിച്ച ഒരു നടിയാ. അവിടെ നിങ്ങൾ ഇപ്പൊ നോക്ക് നിങ്ങൾ അല്ല ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞുതരാം. പിന്നെ BJP-ക്കെതിരായി ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലോ രാഹുൽ ഗാന്ധിയെ ഓടൊപ്പം നിൽക്കുന്നു എന്നല്ലേ പറഞ്ഞ്? രാഹുൽ ഗാന്ധിയോടൊപ്പം നിൽക്കുന്നത് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ മതനിരപേക്ഷ സംരക്ഷിക്കാൻ CPIM-ന്റെ അതാത് ഘടകങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത് ആർക്കെതിരെയാണ്? LDF-നെതിരെയാണോ? വെല്ലുവിളി ഈ രാജ്യം വെല്ലുവിളിക്കുന്ന BJP-ക്കെതിരെ മത്സരിക്കാനുള്ള തണ്ടല് വേണം രാഹുൽ ഗാന്ധിക്ക്. അത് ഇല്ലാത്തതുകൊണ്ടാ ഈ കേരളത്തിൽ വന്ന് മത്സരിക്കുന്നത്. ഒരു മിനിറ്റ്, കേരളത്തിന്റെ വികസന കാര്യം ഒരൊറ്റ മിനിറ്റ് ഞാൻ പറയാം. ഇവിടെ കേരളം വികസിക്കുന്നില്ല എന്നാണ്. എങ്ങനെയാണ് ഈ BJP-ക്കാർ പറയുന്നത്? വലിയ വലിയ റോഡുകൾ വന്നു. പാലക്കാട് നിന്നും ബാംഗ്ലൂരിലേക്ക് ഒരു നമ്മുടെ സ്വന്തം കാറിൽ പോകണമെങ്കിൽ 1600 രൂപ ടോള് കൊടുക്കണം. ആർക്കാ കൊടുക്കണത്? ഇതാണോ വികസനം? ഈ കേരളത്തിന്റെ ദേശീയപാത 6 വരാൻ ഇന്ത്യയിൽ എവിടെയും ഇല്ലാത്ത രൂപത്തിൽ 25% ഭൂമി ഏറ്റെടുക്കാനുള്ള ഫണ്ട് വകയിരുത്തി കൊടുക്കുന്നത് ഈ കേരളത്തിൽ. അഥവാ ഒറ്റ കാര്യം, IT കയറ്റുമതി 34,000 ആയിരുന്നു, ഇത് 85,540. സാമ്പത്തിക വളർച്ച UDF 4.9, ഇപ്പോൾ 6.6. നിങ്ങൾ അറിയണം, പറയണല്ലേ? MSME ഉല്ലാസേട്ടൻ പറഞ്ഞത് രമ്യ ഹരിദാസ് ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ എത്ര തൊഴിൽ കൊടുത്തു എന്നുള്ളതാണ്. ഇവിടെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ UPSC എക്സാം എഴുതിക്കൊണ്ട് കാത്തിരിക്കുകയാണ്. വർഷം 2 കോടി തൊഴിൽ നൽകാമെന്ന് പറഞ്ഞ് 2014 ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ പറ്റിച്ച് മോഡിയുടെ പാഴ് ഗ്യാരണ്ടി കൊണ്ട് ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് യുവാക്കളെ പറ്റിച്ച ആളാണ് നരേന്ദ്രമോദി. അദ്ദേഹത്തിന്റെ പ്രസ്ഥാനമാണ് BJP. ആ ഗ്യാരണ്ടി പാലിക്കാൻ കഴിയാത്ത ആളുകൾ, ഇവിടെ പാർലമെന്റ് അംഗത്തിന്റെ പണി എന്താണെന്ന് അറിയാത്ത ആളുകൾ വീമ്പളക്കണ്ട എന്നാണ് ആ വിഷയത്തെ കുറിച്ച് പറയാനുള്ളത്. CAA വിഷയം മണിപ്പൂരില് അമിത്ഷാ പോയി എന്നാ പറയണത്. സുരേഷ് ഗോപിന്റെ മകളുടെ കല്യാണത്തിനും ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുമായി തൃശ്ശൂരിൽ 3 പ്രാവശ്യം വന്നു. അവിടെ ആയിരക്കണക്കിന് പാവപ്പെട്ട ആളുകൾ അവിടെ കൊന്നു തള്ളി, അവിടെ ജീവച്ചവമായിട്ടൊക്കെ കിടക്കുമ്പോ, കൈയില്ലാതെയും കാലില്ലാതെയും ഒക്കെ കിടക്കുമ്പോ സംസ്ഥാനം ഭരിക്കുന്നത് BJP, കേന്ദ്രം ഭരിക്കുന്ന BJP, 2 സ്ഥലത്തും ഭരിച്ചിട്ട് അവിടുത്തെ പാവങ്ങളെ കൊലയ്ക്ക് കൊടുത്ത സർക്കാരാണ് അവിടെ മണിപ്പൂരിലെ സർക്കാർ. കോൺഗ്രസിന്റെ പ്രതിനിധിയോടാണ്. നിലവിലെ MP കുമാരി രമ്യ ഹരിദാസ് കഴിഞ്ഞ 5 വർഷക്കാലം ഇവിടെ MP ആയിരുന്നു. വീണ്ടും ജനവിധി തേടുകയാണ്. ഈ 5 വർഷക്കാലം ഞാൻ ആലത്തൂർകാരനാണ്, ഈ നാട്ടുകാരനാണ്. എന്റെ അറിവിലൊരു വികസന പ്രവർത്തനം നടത്തിയതായിട്ട് അറിവില്ല. നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഈ ജനസമക്ഷം, ഈ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഉത്തരവാദിത്വം ഇവിടെ നടത്തിയ വികസന പ്രവർത്തനങ്ങളും പറയണം. ആദ്യം തൊട്ട് തുടങ്ങട്ടെ. ആദ്യത്തെ MP ലാഡ്സ് പ്രകാരം നായാടിക്കുന്ന് SC കോളനി റോഡ് സൈഡ് പ്രൊട്ടക്ഷന് 11,50,000 രൂപ. MP ലാഡ്സ് പദ്ധതി പ്രകാരം അത്താണിപ്പറമ്പ് ചുണപ്പള്ളി റോഡിന് 5 ലക്ഷം രൂപ അനുവദിച്ചു. MP ലാഡ്സ് പദ്ധതിക്ക് പുളന്തോടി റോഡിന് 5 ലക്ഷം രൂപ അനുവദിച്ചു. നിക്കോ വിദ്യാഭ്യാസത്തിന് 1,05,00,000 MP ലാഡ്സ് പദ്ധതി പ്രകാരം താളികക്കല്ല് കോളനി അങ്കണവാടി 20 ലക്ഷം. അപ്പളേ ബാബുവട്ടം പറഞ്ഞില്ലേ ഒരു അങ്കണവാടി കെട്ടിയിട്ടുണ്ടോ എന്ന്? ബാബുവട്ട, MP ലാഡ്സ് പദ്ധതി പ്രകാരം താളികക്കല്ല് കോളനിയിലെ അങ്കണവാടിക്ക് 20 ലക്ഷം അനുവദിച്ചു. അപ്പൊ കാണിച്ചു തരാ. ബാബുവട്ടം വരൂ,
ബാബുവട്ടം വരോ, നിങ്ങൾ ന്യൂസ് 8 ഇനിഷ്യേറ്റീവ് ചെയ്യൂ. ആ വരൂ ആലത്തൂരുകാരെയും കൂട്ടി നമുക്ക് പോകാം. പിന്നെ ഏതാ വേണ്ടത്? കുടിവെള്ള പദ്ധതി, കുടിവെള്ളമെന്നും തേങ്കുറിശി മേളാർകോട് എന്നീ ഗ്രാമപഞ്ചായത്തുകൾക്ക് ദേശീയ ഗ്രാമീണ ശുദ്ധജല വിതരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 17,95,00,000 രൂപ. അയ്യോ, നിങ്ങളുടെ ബിജുവിന്റെ വർത്തമാനമല്ല, PK ബിജുവിന്റെ വർദ്ധയല്ല. അതെ, SC/ST പദ്ധതികൾക്ക് 1,96,15,000 രൂപ. SC/ST പദ്ധതികൾ ആലത്തൂർ നിയോജകമണ്ഡലത്തിൽ പറഞ്ഞു തരാ കേൾക്കാൻ മനസ്സുണ്ടായാൽ മതി. പറഞ്ഞു തരാ നെമ്മാരയ്ക്കും വരാം. ചോദ്യം കോൺഗ്രസ് പ്രതിനിധിയോടാണ് ചോദ്യം. ഒന്ന്, ഇപ്പൊ മനസ്സിലായി, മനോരമ വായിച്ചാലാണ് ഇത്രയും വൃത്തിയായിട്ട് essay പോലെ പഠിക്കാൻ പറ്റുള്ളൂ മനസ്സിലായി. സ്കൂളിൽ പോയാൽ പറ്റും, സ്കൂളിൽ പോകണം. ദേശാമാരിയിൽ ഇല്ലാത്തത് എന്തൊക്കെയോ മനോരമയിലുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായി. കാരണം ലോക ചാനൽ കാണുന്നാണ് പറഞ്ഞത്. ഒന്ന്, 5 വർഷം ഭരിച്ച് ബഹുമാനപ്പെട്ട രമ്യ ഹരിദാസ് നടത്തിയ വികസനത്തിന്റെ ഫ്ലക്സ് ബോർഡ് വെച്ചിട്ടുണ്ട് അവിടെ. അത് വെച്ചിട്ട് ഓരോന്നോരോന്നും നോട്ട് ചെയ്യുക. അത് എന്തൊക്കെ ചെയ്തു എന്ന് വ്യക്തമായി പറയാൻ കഴിയണം. ഒന്ന്. 2, 1734 കോടി. 1. 2, CAA വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണെന്നുള്ളത് വ്യക്തമാക്കിയിട്ടില്ല. 3, BJP എന്റെ സഹോദര, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും. പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ല. മതാധിഷ്ഠിതമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും ഈ രാജ്യത്ത് ഉണ്ടാക്കില്ല. ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ പേജ് നമ്പർ 8 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പത്രം വായിക്കൂ. മനോരമ മാത്രമല്ല, ഏതു പത്രം വായിച്ചാലും ആ സാധനം കിട്ടും. അത് ഇവിടെ ആരുടെ നമ്പറിലേക്കാണ് അയച്ചു തരേണ്ടത്? രഞ്ജിത്തേട്ടൻ നമ്പറിലേക്കാണോ അയച്ചു തരേണ്ടത്? 8 പേജ് വായിക്കാം. മതഭാഷാപരമായ ന്യൂനപക്ഷങ്ങൾ കേൾക്കൂ സഖാക്കളെ, കേൾക്കൂ. ഇന്ത്യയുടെ ചരിത്രം എന്നത് മതങ്ങളുടെ ബഹുസ്വരത കൂടെയാണ്. ചരിത്രത്തെ പരിവർത്തനം ചെയ്യാൻ കഴിയുന്നതല്ല. ഇന്ത്യയിലെ ഓരോ വ്യക്തിക്കും അയാളുടെ മതത്തിൽ വിശ്വസിക്കാനും അതനുസരിച്ച് ജീവിക്കാനും എല്ലാ അവകാശങ്ങളുമുണ്ട്. ബഹുസ്വരതയും വൈവിധ്യവും ഇന്ത്യയുടെ പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. അത് ഭരണഘടനയുടെ ആമുഖത്തിൽ കേൾക്കൂ, ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഒരു ചാനൽ ചർച്ച ഇതുപോലെ ആവാൻ പാടില്ല. അത് ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഞങ്ങൾക്കും അതിന്റെ നിലവാരം ഉണ്ടാവണം. അത് ഞങ്ങൾ സമ്മതിക്കുന്നതാണ്. അതിനൊരു തെറ്റൊന്നുമില്ല. ഒരല്പം കൈവിട്ടു പോകുന്ന വർത്തമാനം വരുന്ന സമയത്ത് ആ രീതിയിലേക്ക് പോകാതിരിക്കാൻ നന്നായി കൺട്രോൾ ചെയ്യേണ്ടത് ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന നേതാക്കളായ ഞങ്ങളാണ്. ഒരു മിനിറ്റ്. ഇത് ഓരോ പാർട്ടിയും അവരുടെ പാർട്ടി തീരുമാനിക്കുന്ന ആളുകളെയാണ് ഇതിൽ പങ്കെടുപ്പിക്കുക. മനസ്സിലായില്ലേ? ഇനി അഥവാ ഒരു അബദ്ധം പറ്റി അത് അയാൾക്ക് ബോധ്യപ്പെടണം. അത്രയുള്ളൂ. ഒരു മിനിറ്റ്. അയാൾക്ക് അത് ബോധ്യപ്പെടണം. തുടക്കത്തിൽ തന്നെ ആര് സംസാരിക്കുമ്പോൾ കേൾക്കാനുള്ളൊരു മനസ്സുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും നല്ല രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുടെ ക്വാളിറ്റി. ആ ക്വാളിറ്റി ഉണ്ടാവണം. ഇനി മേലിൽ ഇത് ആവർത്തിക്കാനും പാടില്ല. ഇപ്പോ എല്ലാവരും, കാരണം ഇത് തെരഞ്ഞെടുപ്പ് നടക്കണം, കേരളത്തിൽ പൊതുവിൽ നല്ല നിലയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മുന്നണിയുടെ പ്രവർത്തകൻ എന്ന നിലയിൽ ഇപ്പൊ നിങ്ങൾ ക്ഷമയോടുകൂടിയിട്ട് ഇരിക്കുക. നമുക്കിത് അവസാനിപ്പിക്കണം. എന്നെ ന്യൂസ് 8 വിളിച്ചത്. അവിടെ നിന്ന് പെരുമാറ്റം ഉണ്ടായപ്പോ ഞാൻ പറഞ്ഞതുള്ളതാണ്. പക്ഷെ എന്നെ ആക്രമിച്ചത് ബാബുവേട്ടൻ ഉൾപ്പെടെ കണ്ടതാണ്. എന്നെയും കൂടി ആക്രമിച്ച് ഒരു മര്യാദയും കാണിക്കാതെ ഗുണ്ടായിസം കാണിച്ച് ആക്രമിച്ച് കീഴ്പ്പെടുത്തി തെരഞ്ഞെടുപ്പ് നയിക്കുക എന്നുള്ളതാണ് വിഷയം. ഇത് ചാനൽ ഇത്രയും വലിയ ലോകത്തിലെ കേരളത്തിലെ ഏറ്റവും വലിയ ചാനലായിട്ട് പോലും ചാനലിന്റെ മുമ്പിൽ എന്നെ ഇവിടുത്തെ ഡിവൈഎഫ്ഐയുടെ ആളുകൾ ആക്രമിക്കാൻ വന്നപ്പോ ഇത്രയും ആളുകള്
ബാബുവേട്ടൻ ഉണ്ടായിട്ടാണ് ഈ സംഭവം. ബാബുവേട്ടൻ മുമ്പില് ഒറ്റ കാര്യമുള്ളൂ. എനിക്കൊരു മോശമൊന്നുമില്ല, വെറുതെ പറയാനുണ്ടല്ലോ. കണ്ടില്ലേ ബാബുവേട്ടൻ? ഇങ്ങനെയാണോ പറയുന്നത്? എന്ത് താല്പര്യമില്ല ചർച്ച. എനിക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. താല്പര്യമില്ല ബാബുവേട്ടൻ, താല്പര്യമില്ല ബാബുവേട്ടൻ, താല്പര്യമില്ല. ഈ ചാനലിന്റെ മുമ്പില് ഇരിക്കും. നിങ്ങൾ അവിടെ ഇരിക്കാൻ അല്ല, ഇരിക്കുന്ന അവിടെ ഇരിക്കാൻ. ഇരിക്കും, അവിടെ ഇരിക്കും. കഴിയട്ടെ. ഇതെന്താറിയോ? മനസ്സിലായല്ലോ. നമ്മൾ അവസാനിപ്പിക്കാം. ഇതിലെ ഒരു കാര്യം ചെയ്യാം. ഇത് പറഞ്ഞാൽ മനസ്സിലാവുന്നവരോട് പറയാൻ പറ്റൂ. അതുകൊണ്ട് അത് അവസാനിപ്പിക്കുക. ചാനലുകാർ ചർച്ച ചെയ്ത് അവസാനിപ്പിക്കുക. സമാധാനപരമായ ചർച്ചയായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ ഞങ്ങൾ ഈ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും പോയി. എനിക്കറിയാം അല്ല എന്തുകൊണ്ടാണ് പറ്റിയതെന്ന് അറിയാം. പറയട്ടെ. ഞാൻ പറയട്ടെ. ഇല്ല ഞാൻ പറയട്ടെ. ഇല്ലല്ലേ, അത് എനിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ആൾക്കാർക്കും എന്തുകൊണ്ടാണ് പ്രശ്നം ഉണ്ടായത് മനസ്സിലായി. ഇപ്പൊ ഇനി ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയും ആളുകൾ രോഷാവില്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് തുടരാൻ കഴിയില്ല. നമ്മളെ ഇവിടെ ഈ പരിപാടിക്ക് നമ്മളെ ഇവിടെ പരിപാടിക്ക് ക്ഷണിച്ചവർ അവരുടെ ഒരു കടമയാണ് ഇതിനെ നന്ദി രേഖപ്പെടുത്തി അവസാനിപ്പിക്കേണ്ടത്. അതിൽ കയറിയിട്ട് നമ്മൾ വർത്താനം പറയണ്ട. അതുകൊണ്ട് ദയവായി ഇത് നമ്മൾ ഉദ്ദേശിച്ചത് ഒരു ആശയപരമായ ചോദ്യങ്ങളും ഉത്തരങ്ങളും തന്നെയാണ്. പക്ഷെ അത് ആ നിലയിൽ നിന്ന് മാറിപ്പോയി. എന്തായാലും ഇവിടെ പങ്കെടുത്ത മുഴുവൻ പേർക്കും ഇതൊരു ഇതായിട്ട് കണക്കാക്കരുത്. ഇതിനെ ആ ഒരു സ്പിരിറ്റിൽ തന്നെ, രാഷ്ട്രീയത്തിന് സംവാദത്തിന് സ്പിരിറ്റിൽ തന്നെ കാണണം. മുഴുവൻ പേർക്കും, പാർട്ടികളുടെ 3 പ്രതിനിധികളായി പങ്കെടുത്ത 3 പേർക്കും, പ്രത്യേകിച്ച് ഏറ്റവും അവസാനത്തിൽ പ്രത്യേകിച്ച് രീതിയിൽ തന്നെ ഈ പരിപാടി നല്ല രീതിയിൽ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി സഹായിച്ച ശ്രീ നെന്മാറ MLA ശ്രീ കെ ബാബുവിനും മറ്റ് 2 കോൺഗ്രസിന്റെയും BJPയുടെയും പ്രതിനിധികൾക്കും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഞങ്ങൾ നല്ല രീതിയിൽ ചർച്ച കൊണ്ടുവരാൻ ശ്രമിച്ചത്. ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. നമുക്ക് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കാം. നന്ദി, നമസ്കാരം. Goda, co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partner, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ